ഈ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ സൗദിയിലെത്താറുണ്ട്. ഇനി അതിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. അത് ഓടിക്കുന്ന കാര്യത്തിൽ അങ്ങനെ എത്തുന്ന വാഹനങ്ങൾ അതത് വിദേശ രാജ്യത്തെ പൗരന്മാർ മാത്രം ഓടിച്ചാൽ മതി എന്നാണ് സൗദി ട്രാഫിക് വിഭാഗം അറിയിച്ചിരിക്കുന്നത്. വിദേശത്ത് നിന്നെത്തുന്ന ഈ വാഹനങ്ങളൊക്കെ കൂടുതലായിട്ട് നിയമലംഘനങ്ങൾ വരുത്തിയതായിട്ട് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു മാറ്റം. സൗദി ഇതര വാഹനങ്ങൾ നിയമലംഘനം നടത്തിയാലും നിരീക്ഷണ ക്യാമറകൾ പിടികൂടും എന്നും ട്രാഫിക് വിഭാഗം പറഞ്ഞിട്ടുണ്ട്. സൗദിയിലെ വാഹനാപകടങ്ങൾ നിരീക്ഷണം നടത്തിയതിൽ സൗദി ഇതര വാഹനങ്ങൾ കൂടുതലായി നിയമലംഘനങ്ങൾ വരുത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിദേശത്ത് നിന്നുള്ള വാഹനങ്ങൾ നിയമലംഘനം നടത്തിയാൽ പിഴ ഈടാക്കേണ്ടി വരില്ലെന്ന ധാരണയിലാണ് പലരും നിയമം ലംഘിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് സൗദി ട്രാഫിക് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. സൗദിക്ക് വെളിയിൽ നിന്നുള്ള നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങൾ ലൈസൻസ് നൽകിയ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ സൗദിക്കകത്ത് ഓടിക്കുവാൻ അനുവാദമുള്ളൂവെന്നാണ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് എന്ന മൊറൂറിന്റെ പുതിയ നിർദ്ദേശം. എല്ലാവരും ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നതടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയുടേതല്ലാത്ത ലൈസൻസ് നമ്പർ പ്ലേറ്റുമായി വാഹനങ്ങൾ നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാൻ എല്ലാ ട്രാഫിക് വിഭാഗങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഗൾഫ് സന്ദർശകർ നടത്തിയ നിയമലംഘനങ്ങളെക്കുറിച്ചും പിഴ ഈടാക്കുന്നതിനെക്കുറിച്ചുമുള്ള വിശദാംശങ്ങളെക്കുറിച്ച് അറിയുവാൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.